സാമൂഹ്യ മാധ്യമത്തിലും വാർത്താമാധ്യമത്തിലും ചൂടുപിടിച്ചൊരു ചർച്ചയാണ്. വഖഫ് ബോർഡിൽ ഈ സർക്കാർ 2 നോൺ മുസ്ലിംസിനെ നിയമിക്കാൻ പോകുന്നു. കൂടാതെ ഒരു ഷിയ വിഭാഗത്തിലുള്ള ആളിനെയും നിയമിക്കാനൊരുങ്ങുന്നു. അത് തടയാൻ വേണ്ടി നമ്മുടെ മുക്കം ഉമർ മൗലവി സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ലീഗിനെ പൊതുരെ ചീത്ത വിളിക്കുന്നു, ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുന്നു, സംഘപരിവാറിനോട് കീഴടങ്ങിയെന്ന് പറയുന്നു, മതേതര മനസ്സുകൾ അകലം പാലിക്കാൻ തുടങ്ങി എന്ന് സുപ്രഭാതം എഴുതിയിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ്. യഥാർത്ഥത്തിൽ ഈ വികാരം കൊള്ളുന്ന പ്രസ്താവനകൾക്കപ്പുറത്ത് വിവേകത്തോടെ ചിന്തിക്കുന്ന സമുദായത്തിലെ അംഗങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ രാജ്യത്തെ SIR തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. SIR നടപ്പിലാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രസ്താവനകൾ വന്നു. അത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ചെയ്യത്തില്ല, ഈ സംസ്ഥാനത്ത് പ്രത്യേകം ചെയ്യത്തില്ല, അവിടെ ചെയ്യത്തില്ല, ഇവിടെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാവരെയും ആവേശം കൊള്ളിച്ചു, കുറേ പോസ്റ്റൊക്കെ ഇട്ടു. പക്ഷേ എന്ത് സംഭവിച്ചു? SIR നടന്നു. അത് പ്രകാരമുള്ള വോട്ടർ പട്ടികയായി. പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ കഴിഞ്ഞു. കുറേ ആളുകൾ SIRൻ്റെ പട്ടികയിൽ നിന്ന് പുറത്തുപോയി. ഇന്നിപ്പോൾ സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. വാക്കാലുള്ളതാണ്, അവസാന വിധിയൊന്നും അറിയാനൊക്കില്ല. അതായത് SIR പട്ടികയിൽ നിന്ന് പുറത്തു പോയവർക്ക് പൗരത്വം നഷ്ടപ്പെടില്ല, പൗരത്വം തീരുമാനിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനല്ല എന്നൊക്കെ ഒരിടത്തട്ട് തട്ടിയേക്കുന്നു. ഇടത്തട്ടിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ, പൗരത്വ ഭേദഗതി വന്നു. നമ്മൾ തെക്ക് വടക്ക് ഭയങ്കരമായ പ്രക്ഷോഭം നടത്തണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പ്രക്ഷോഭം നടത്തണം, ജനകീയ വികാരം അറിയിക്കണം, ഇതെല്ലാം ചെയ്തു. നിയമം പാർലമെൻറ്റ് അങ്ങ് പാസ്സാക്കി. സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ അത് സ്റ്റേ ചെയ്തില്ല. അടിയന്തരമായി കേൾക്കുന്നു, ഇപ്പോൾ കേൾക്കുന്നു, നാളെ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കക്ഷി ചേർന്നു. സംസ്ഥാന സർക്കാർ പ്രത്യേകം, പാർട്ടികൾ ഓരോന്നും ഒക്കെ നടത്തിയിട്ട് എന്ത് സംഭവിച്ചു? കുറേ പേർക്ക് പൗരത്വം നൽകി ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്താണിതൊക്കെ സംഭവിക്കുന്നത്? ഈ രാജ്യം ഒരു ഫെഡറൽ ഗവൺമെൻറ്റാണ്. ഒരു യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പട്ടികയിൽ അവരെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ പട്ടികയിൽ അവർക്ക് ചുമതലയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ 2 പേർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള കൺകറൻറ്റ് ലിസ്റ്റും ഉണ്ട്. സ്റ്റേറ്റ് സബ്ജക്റ്റ്, യൂണിയൻ സെൻട്രൽ സബ്ജക്റ്റ്, പിന്നെ അതുകൂടാതെ കൺകറൻറ്റ് ലിസ്റ്റ്, ഇത് 3ഉം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പൗരത്വ ഭേദഗതിക്ക് വേണ്ടി അന്ന് എല്ലാവരോടും ഒറ്റക്കെട്ടായിട്ട് നിന്ന് സമരം നടത്തിയ കേസുകൾ പോലും പിൻവലിക്കാതെയാണ് കഴിഞ്ഞ സർക്കാർ പോയത്. ഇപ്പോൾ എന്താ സ്ഥിതി? വഖഫ് ബോർഡിൽ 3 പേരെ നിയമിക്കണം. 3 പേരെ നിയമിക്കാൻ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം 3 പേരെ നിയമിച്ചേ പറ്റൂ. അതിലൊരിളവും കിട്ടൂല, അതിലൊരു തടസ്സവും കിട്ടൂല. എന്താ കാര്യം? ഈ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കിയപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? വഖഫ് ബോർഡിൽ കുറഞ്ഞത് 3 പേരെങ്കിലും നോൺ മുസ്ലിങ്ങളായിരിക്കണം എന്ന് പറഞ്ഞത് സുപ്രീം കോടതി ഇടപെട്ടാണ് അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് 2ൽ കൂടാൻ പാടില്ല എന്ന നിലയിലാക്കിയത്. അവർ മൊത്തമായി റദ്ദാക്കിയില്ല. യഥാർത്ഥത്തിൽ ഇതൊരു അസ്വാഭാവികമായ നിയമമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദേവസ്വം ബോർഡിൻ്റെ കമ്മിറ്റിയിൽ മുസ്ലിങ്ങളെ എടുക്കണമെന്ന് പറയുന്നത് ശരിയാണോ? വിശ്വാസികളുടെ കമ്മിറ്റിയാണത്. എന്ന് പറയുന്ന പോലെ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് വിശ്വാസികൾ നൽകുന്ന സ്വത്താണ്. അത് മാനേജ് ചെയ്യേണ്ടത് ആ വിശ്വാസം പിന്തുടരുന്നവരാണ്. അപ്പോൾ അതിലിവരെ 2 പേരെയും കയറ്റി എന്തിനാണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. അയലത്തുള്ളവനെ എത്രമേൽ അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം കുടുംബത്തിൽ അവർക്ക് വലിയ പിന്തുണ കിട്ടുമെന്ന് തോന്നിയാൽ, ഇപ്പം നാട്ടിൻപുറത്തൊരു വീട്ടുകാരനുണ്ട്, അവനെ ഉപദ്രവിച്ചാൽ ബാക്കിയുള്ള നാട്ടിലുള്ളവരെല്ലാം സന്തോഷമാണെന്നുണ്ടെങ്കിൽ അവനെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയുടെ ഭാഗമായി മാത്രമാണ് ഇതിലേക്ക് ഈ മുസ്ലിങ്ങളല്ലാത്തവരെ കൊണ്ടുവന്നത്. അല്ലാതെ ഒരു കാര്യമില്ല. അപ്പോൾ അതെന്താക്കി? കോടതി 2ആക്കിയത് എന്തിനാ? അതിൻ്റെ കോറത്തിലോ തീരുമാനത്തിലോ ഒന്നും ഒരു ഘടനാപരമായ മാറ്റവും ഈ അംഗങ്ങൾക്ക് വരുത്താൻ കഴിയില്ല. ഇവർ 2 പേര് എങ്ങോട്ട് വോട്ട് ചെയ്താലും, അനുകൂലിച്ചാലും എതിർത്താലും വിയോജിച്ചാലും വന്നാലും വരാതിരുന്നാലും വഖഫ് ബോർഡിൻ്റെ ഘടനയ്ക്ക് ഒരു മാറ്റവും വരാത്ത വിധം അത് 2ൽ കൂടരുതെന്നാക്കി. ഷിയ ഒരാൾ 3 പേരാക്കി. ഈ 3 പേരെ വെക്കണമെന്നുള്ളത് സുപ്രീം കോടതി ഭേദഗതി വരുത്തിയത് പ്രകാരം ഇന്ന് ഈ രാജ്യത്തുള്ള നിയമമാണ്. ആ നിയമം നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അത് നടപ്പിലാക്കിയില്ലെങ്കിൽ അതിലെ കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ കോടതി അതിൽ ഇടപെടുകയും അതിൻ്റെ പ്രവർത്തനം ഇതും കൂടി പൂർണ്ണമാക്കിയിട്ട് മതി എന്ന് തീരുമാനിക്കുകയും ചെയ്യാനുള്ള അവകാശം കോടതികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവം? ഈ 3 പേരെ അപ്പോയിൻ്റ് ചെയ്യണം. അപ്പോയിൻ്റ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വരും. അതിന് VD സതീശനോ അല്ലെങ്കിൽ അതിന് ഇവിടെയുള്ള കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ വേറൊരാളോ
ഇവിടുത്തെ വഖഫ് മന്ത്രിയോ ആരും ഉത്തരവാദിയല്ല. അല്ലെങ്കിൽ എന്തു വേണം? കേന്ദ്രത്തിൽ ഭരണമൊക്കെ വന്ന് ആ നിയമത്തിൽ ഭേദഗതി വരുത്തി അത് പിൻവലിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ അത് അനുസരിച്ചേ പറ്റൂ. ഇനി അങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കേരളത്തിൽ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവർ മെമ്പർമാരായി വെച്ചിരിക്കുന്നതെല്ലാം പേരുള്ള അവർക്ക് വിധേയരായ ആളുകളെ ആയിരിക്കും. അത്തരം മുസ്ലിയാക്കന്മാരെ ഒത്തിരി പേരെ അവിടെ കിട്ടുമല്ലോ. ഇവിടെയും വേണേൽ കിട്ടുമല്ലോ. ഇവിടെയും കിട്ടും. ജനവും അനുയായികളും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ UP-യിലും ഉണ്ട് വഖഫ് ബോർഡ്, ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഉണ്ട് വഖഫ് ബോർഡ്, പിന്നെ എവിടെയുണ്ട്? മധ്യപ്രദേശിലും ഉണ്ട് വഖഫ് ബോർഡ്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതിന് വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ലീഗിലാണെങ്കിൽ മുൻ MLA UC രാമൻ, അതുപോലെ തന്നെ ശ്യാം സുന്ദർ എന്ന് പറയുന്ന DYFIയിൽ നിന്ന് വന്ന ഒരു പിന്നെ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, സത്യസന്ധനാണ്, വളരെ നീതിമാനാണ്. പലപ്പോഴും ഈ കമ്മിറ്റിയിലുള്ള പലരെക്കാളും യോഗ്യരാണ് ഇവർ രണ്ടുപേരും ഈ സമുദായത്തിൻ്റെ താല്പര്യത്തിലും വസ്തുക്കളുടെ താല്പര്യത്തിലും എല്ലാം. കാരണം ഈ കമ്മിറ്റി എത്രയോ വർഷങ്ങളായി ഈ കമ്മിറ്റി ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം നടന്നത്. എത്രയോ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയത്, കുറച്ചൊക്കെ മറിച്ചു കൊടുത്ത് വിറ്റ് ഈ മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയത്. അതാരും RSSകാർ കയറിയിരുന്നല്ലോ, മുസ്ലിങ്ങൾ തന്നെയല്ലേ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ലൈനിൽ വേണമെങ്കിൽ അവിടെ ആളുണ്ട്. ഇനി ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത സുദേശ് M രഘുവിനെ പോലെയുള്ള ആളുകളുണ്ട്, TS ശ്യാംകുമാറിനെ പോലെയുള്ള ആളുകളുണ്ട്. ഇനി കോൺഗ്രസിൽ വന്നാൽ അതിലുമുണ്ട് ഒരു നിര ഈ മതേതരത്വവും നീതിബോധവുമുള്ള നോൺ മുസ്ലിമായ ആളുകൾ. അവരെ അപ്പോയിൻ്റ് ചെയ്യണം. അവരും കൂടെ കാണിട്ട് ഇതിലെന്താ നടക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് അതല്ലാതെ ഒരു നിർവാഹവും ഇല്ല. പിന്നെ സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അതുകൊണ്ട് ഇവരെ നിലവിലുള്ള നിയമപ്രകാരം അപ്പോയിൻ്റ് ചെയ്തേ പറ്റൂ. ഇനി VD സതീശനല്ല, ഇപ്പോൾ വിമർശിക്കുന്ന ആരെങ്കിലും, ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് നമ്മൾ പിന്നെ കാന്തപുരം ഉസ്താദിനെയോ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയോ അല്ലെങ്കിൽ മുജീബ് റഹ്മാനെയോ ആരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയാലും അവരും ഇത് ചെയ്തേ പറ്റൂ. നോ അതർ വേ, നോ എക്സ്ക്യൂസ്.